Okay, all of you mark your attendance. Good afternoon, teacher. Good afternoon. How are you? I am fine. How are you? I am fine, thank you. Okay, very good. ഇപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ വേടന്റെ ധർമ്മോപദേശം അല്ലേ? ആ പാഠത്തിന്റെ ലാസ്റ്റ് ആക്ടിവിറ്റി കുറച്ച് പറയാനുണ്ട് അല്ലേ? സന്ധി പിരിച്ചെഴുതുക. ഓക്കെ, all of you take your page number 33. അല്ലേ? 33 അല്ലേ മക്കളെ? ഓക്കെ, 33 പേജ് നമ്പർ. അതിൽ നമുക്ക് ലാസ്റ്റ് ഭാഗം ഇത് സന്ധി പിരിച്ചെഴുതുക എന്നാണ്. അതിൽ ധർമാനുഷ്ഠാനം നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? ധർമാനുഷ്ഠാനം, ധർമ്മ പ്ലസ് അനുഷ്ഠാനം. ഓക്കെ, എഴുതരാം. മിസ്സേ, അത് ടെസ്റ്റ് തന്നെ ഉള്ളതല്ലേ ധർമാനുഷ്ഠാനത്തിന്റെ? ഓ, അതവിടെ ഉണ്ടല്ലേ മക്കളെ? സോറി, അപ്പൊ അത് നമുക്ക് കളയാം. നെക്സ്റ്റ് വൺ വൃക്ഷത്തണൽ. എങ്ങനെ വരും? വൃക്ഷം പ്ലസ് തണൽ. വൃക്ഷ എഴുതിയാലും മതി. വൃക്ഷ പ്ലസ് തണല്, വൃക്ഷം പ്ലസ് തണൽ, വൃക്ഷത്തിന്റെ തണല് എന്നാണ് അർത്ഥം. ധർമാനുഷ്ഠാനം ധർമ്മം പ്ലസ് അനുഷ്ഠാനം എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കോപാഗ്നി. കോപ പ്ലസ് അഗ്നി. വൃക്ഷം പ്ലസ് തണൽ എഴുതത്തില്ലേ? ഓക്കെ, കോപ അധികം തണൽ അഗ്നി. കോപ അധികം അഗ്നി, അതായത് ദേഷ്യത്തിന്റെ കോപം, ദേഷ്യം. നെക്സ്റ്റ് വൺ സുഖ സമൃദ്ധി. സുഖം അധികം സമൃദ്ധി. ഗായിന്റെ അവിടെ കൂട്ടിച്ചേർത്ത് എഴുതിയാലും സുഖം പ്ലസ് എഴുതിയാലും മതി കേട്ടോ. കൂട്ടി എഴുതിയാൽ പോരെ? അഗ്നിന്റെ അത് കൂട്ടി എഴുതിയാ പോരെ? ആ, കൂട്ടി എഴുതിയാലും മതി. ഗ പ്ലസ് നീന്നുള്ളത് അഗ്നി, ഗ നീ ഒന്നിച്ചെഴുതാം. കൂട്ടക്ഷരായിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. മിസ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് ഇതാക്കി എഴുതിയേ ഉള്ളൂ. സമൃദ്ധിയും അങ്ങനെ ദ പ്ലസ് ധ എന്നുള്ളത് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ കൂട്ടി നിങ്ങൾക്ക് ധ ഇങ്ങനെ എഴുതാം. സുഖസമൃദ്ധി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ് അല്ലേ? ആ ക്വസ്റ്റ്യൻസ് മിസ് സെൻഡ് ചെയ്ത് തന്നോ മക്കൾക്ക്? നിങ്ങൾക്ക് തന്നോ? തന്നില്ലേ? PDF ആയി തന്നിട്ടോ? ഒരു ഒരു സാമ്രാജ്യം പറഞ്ഞ പാഠത്തിലെ മറ്റേ വാക്യത്തിൽ പ്രയോഗിക്കാൻ തന്നില്ല. വാക്യത്തിൽ പ്രയോഗിക്കുന്നത് ഞാൻ തന്നില്ല അല്ലേ? അതുപോലെ ഇതിന്റെയോ അർപ്പണ മനോഭാവം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. ഓക്കെ, ഇത് എഴുതിയോ മക്കളെ? യെസ്. അപ്പോ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻസർ ഈ പാഠത്തിന് ക്വസ്റ്റ്യൻസർ സെൻഡ് ചെയ്തില്ലേ? ആ, യെസ്, ഏബിൾ എഴുതി. നെക്സ്റ്റ് എല്ലാവരും എഴുതിയെടുത്തോ? അതെ, ഞാൻ 7 വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി എഴുതണം.
അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? എങ്ങനെയാ? ടെക്സ്റ്റ് നോട്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ചേ. ആ പാഠത്തിന്റെ നോട്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ചേ എല്ലാവരും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളിൽ പക്ഷി ചാമ്പലായത് എങ്ങനെ? എങ്ങനെയാ? ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ ഗ്രാമത്തിലെ വൃക്ഷ തണലിൽ ഇരുന്ന് മഹർഷിയും പണ്ഡിതനുമായ ഒരു ഗ്രാമത്തിലെ തണലിൽ വൃത്തിയും പണ്ഡിതനും കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്ന് വീണത്. ബോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിലാണ് പക്ഷി ദഹിച്ച് ചാമ്പലായത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. എല്ലാരും മ്യൂട്ട്. കൗശികൻ ഭിക്ഷ തേടി ഇറങ്ങിയത് എന്തിനാ? തന്റെ കോപത്തിൽ പക്ഷി വീണു. അത് ആ വിഷമത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടി ഇറങ്ങിയത്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതാത്ത മക്കൾ എല്ലാവരും എഴുതണേ. കൃത്യമായിട്ട് അയച്ചു തരുന്ന ദിവസം തന്നെ അത് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് വരുമ്പോ അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് മുകളിലായി പോവും. പിന്നെ അത് കാണൂല, പിന്നെ ഭയങ്കര പ്രശ്നമാവും. പിന്നെ അത് മിസ്സിനോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാല് അത് എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അന്നന്ന് എഴുതാൻ ശ്രമിക്കുക. ഏത് സബ്ജക്റ്റിന്റെ ആയാലും നോട്ട് കൃത്യമായി നിങ്ങളുടെ ഗ്രൂപ്പ് ചെക്ക് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എല്ലാം എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് അത് നോക്കുമ്പോഴേക്കും നമുക്ക് കാണൂല കേട്ടോ. ഓൾറെഡി ചിലപ്പോൾ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അച്ഛനോ അമ്മയോ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. കാരണം അവരെ മൊബൈലിൽ ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് വരുമ്പോൾ അവരും ക്ലിയർ ചാറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ നോട്ടും പോയിട്ടുണ്ടാവും അല്ലേ? സംഭവിക്കുന്നില്ലേ ഇതൊക്കെ? അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ അന്നന്ന് തന്നെ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലോ ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും വേഗം അല്ലേ? ഇനി അടുത്തൊരു, ധർമ്മവ്യാധന്റെ ഐശ്വര്യത്തിന്റെ നിദാനം എന്തായിരുന്നു? അവരുടെ ദുഷ്ടരായി കഴിയുകയായിരുന്നു ധർമ്മവ്യാധന്റെ മാതാപിതാക്കൾ. ധർമ്മവ്യാധന്റെ സർവ്വ ഐശ്വര്യത്തിനും നിദാനം മാതാപിതാക്കളുടെ അനുഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പോ പുത്രനിൽ നിന്ന് എല്ലാ ഐശ്വര്യങ്ങളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു ധർമ്മവ്യാധന്റെ മാതാപിതാക്കൾ. വേടന്റെ സർവ്വ ഐശ്വര്യത്തിന് നിദാനം എന്തായിരുന്നു? മാതാപിതാക്കളുടെ അനുഗ്രഹമായിരുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൗശികൻ ധർമ്മവ്യാധനിൽ നിന്നും മനസ്സിലാക്കിയ പാഠം എന്തായിരുന്നു? കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു വ്യാധന്റെ. കർമ്മം എന്തായാലും കൊള്ളാം, മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരും. സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ധർമ്മവേദന്റെ ഉറച്ച വിശ്വാസം അല്ലേ? അപ്പൊ ജീവിതത്തില് അയാൾ അതുകൊണ്ട് തന്നെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിത പാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു അല്ലേ? അതാണ് അതിന്റെ ആൻസർ. അതാണ് കൗശികൻ ധർമ്മവ്യാധനിൽ നിന്നും മനസ്സിലാക്കിയ പാഠം. അടുത്ത അനുബന്ധ പ്രവർത്തനങ്ങൾ. വേടനും എറുമ്പും എന്ന പഴയ കഥ മുതിർന്നവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ എഴുതുക. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കുക കേട്ടോ. വേടനും എറുമ്പും. അടുത്ത പാഠം നമുക്ക് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കാണ്. നമുക്ക് എറുമ്പുന്നാണ് അതിന്റെ പേര് കേട്ടോ. കഥയുടെ എറുമ്പും. എറുമ്പ് എന്ന് പറയാറില്ലേ? നെക്സ്റ്റ് എന്താണെന്ന് അറിയോ? നമ്മുടെ എക്സാമിന് ഇത്ര വരെയാണ് കേട്ടോ. ഈ സെമസ്റ്റർ ഫസ്റ്റ് എക്സാമിന് ഇത്ര വരെയുള്ള പാഠങ്ങളാണ്. നമുക്ക് ഈ ഓൾറെഡി നമ്മൾ ഫിനിഷ് ആക്കി ഇത്ര വരെയുള്ള പാഠങ്ങൾ. പിന്നെ ഇന്ന് മിസ് കുറച്ച് ഗ്രാമർ പോർഷനാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് ഇത്രയും വരെയുള്ള പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി എഴുതിയിട്ട് തന്നെ പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കണം. മനസ്സിലായോ? പറഞ്ഞോ. എനിക്ക് ഞാൻ
കറക്റ്റ് ടൈമിലുള്ള ക്ലാസ്സിൽ കയറിയത്, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പഴാ കിട്ടിയത്. അതെ അല്ലേ? എന്ത് പറ്റി മോനെ, നെറ്റിന്റെ പ്രോബ്ലം ആയിരുന്നോ? ആ മിസ് പറഞ്ഞത് കേൾക്കില്ലായിരുന്നു. അതെ അല്ലേ? ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ഒന്ന് സന്ധി പിരിച്ചെഴുതു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറഞ്ഞു. പിന്നെ നമ്മൾ തന്ന ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഒന്നുകൂടി അത് ഓർമ്മിപ്പിച്ചു തന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? അപ്പൊ ലാസ്റ്റ് പോർഷൻ എന്താണ്? ഗ്രാമർ പോർഷൻ ഉണ്ട്, വ്യാകരണ പാഠങ്ങൾ. വ്യാകരണ പാഠങ്ങൾ. അതാണ് നമുക്കിത് പഠിക്കണം. അപ്പൊ ഇതുവരെയുള്ള പാഠമാണ് നിങ്ങൾക്ക്, ഇതുവരെയുള്ള പോർഷൻസ് ആണ് ഈ സെമസ്റ്റർ ഫസ്റ്റ് എക്സാമിന് വരുന്നത്. അപ്പൊ അതുവരെയുള്ള പാഠം വേടന്റെ ധർമ്മോപദേശം വരെയുള്ള പാഠം, ഫസ്റ്റ് ലെസൺ മുതല്. വേടന്റെ 7ാമത്തെ ലെസൺ വരെയാണ് വരുക. ഫസ്റ്റ് ലെസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, എക്സാം ഇട്ടതാണ്. അതിനെല്ലാം കുറച്ച് ചോദ്യങ്ങളെ വരൂ, പക്ഷെ നിങ്ങൾ അത് മുതൽ തന്നെ പഠിക്കണം. അപ്പൊ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങൾ നന്നായി പഠിക്കുക, എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക. ഓക്കെ. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഗ്രാമർ പോർഷൻ എടുക്കും, അതുകൂടി വരും. ഓക്കെ അല്ലേ? എടുത്തോ, ലാസ്റ്റ് വ്യാകരണ പാഠങ്ങൾ ഇന്ന് കണ്ടോ. പേജ് നമ്പർ എത്രയാ നോക്കിയേ? പേജ് നമ്പർ 80. പേജ് നമ്പർ 80. ഓക്കെ, ശ്രദ്ധിക്കുക. 80 പേജ് നമ്പർ 80ാമത്തെ പേജ്. വ്യാകരണ പാഠങ്ങളിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് വായ്മൊഴി, വരമൊഴി. എന്താണ് ഈ വായ്മൊഴി? വായ്മൊഴി, വായ കൊണ്ട് പറയുന്ന ഭാഷ അല്ലെ, അത് പറയുന്ന ഭാഷയാണ് ഏത്? വായ്മൊഴി. വായ്മൊഴി പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ. നെക്സ്റ്റ് വരമൊഴിയാണ്. വരമൊഴി പറയുമ്പോൾ എന്താണ്? പേജ് നമ്പർ 80. 80. ഓക്കെ. അപ്പോ വരമൊഴി പറഞ്ഞാൽ എഴുത്തു ഭാഷ അല്ലെ, വരമൊഴി പറഞ്ഞാൽ എഴുതുന്ന ഭാഷ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? വാമൊഴി എന്ന് പറയുന്ന പറയുന്ന ഭാഷയാണ്. നെക്സ്റ്റ് എഴുത്തു ഭാഷക്കാണ് എന്ത് പറയുക? വരമൊഴി എന്ന് പറയാം. അപ്പൊ നമ്മൾ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എങ്ങനെ നമ്മള് വരമൊഴി? ഇവിടെ ശ്രദ്ധിച്ചോ, എന്താ പേര്? ഗോയിന്നൻ അല്ലേ? അതെങ്ങനെയാ? ഗോയിന്നൻ. അത് എഴുതുമ്പോ നമ്മൾ ഗോയിന്നൻ എന്നാണ് എഴുതുക. ഗോവിന്ദനാണ് ഗോവിന്ദൻ അല്ലേ? നീ എവിടെയാ പോകുന്നത് അങ്ങനെ ചോദിക്കും നമ്മളല്ലേ. നീ എവിടെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ വായ്മൊഴി ആവുമ്പോ എങ്ങനെയാ? നീ എവിടെയാ? ചിലവര് സംസാരിക്കുമ്പോ എങ്ങനെയാ? ചില നാടുകളിൽ ചില ഭാഷകൾ ഉണ്ട് അല്ലേ? എങ്ങനെയാ? ഇപ്പൊ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചില സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഉച്ചാരണത്തിനുള്ള ഇതും കൂടെ മാറുന്നുണ്ട് അല്ലേ? ഗ്രീസ് പോയോ? ഇല്ല. ഓക്കെ. അപ്പോ ഉച്ചാരണത്തിൽ വർത്താനം പറയുന്ന ഒരു സംഭാഷണ രീതി തന്നെ മാറ്റുണ്ട്. അപ്പോ നീ ഇപ്പൊ എവിടെയാ പോകുന്നത് അങ്ങനെ ചോദിക്കാണ്ട്. നീ എവിടെയാ പോകുന്നത്? എവിടെയാണെന്ന് വെച്ചാൽ എവിടേക്കാണ് പോകുന്നത്, നീ എവിടെയാണ് പോകുന്നത് എന്നതാണ് എഴുത്ത് ഭാഷ. അത് നമ്മൾ ചോദിക്കും എന്ത് ചെയ്യും? നീ എവിടെയാ പോകുന്നത്? നീ ഇപ്പം വരുവാ അല്ലെ? നീ ഇപ്പം വരുവാ, എപ്പോഴാണ് നീ വരുക എന്നാണ് അല്ലെ? നീ എപ്പോഴാണ് വരുന്നത്, അതാണ് പറഞ്ഞത്. അപ്പൊ വായ്മൊഴിയും വരമൊഴിയും എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താ പേര്? എന്താണ്? ആരാ ഇപ്പൊ ചോദിച്ചതിനോട്? ഒന്നുമില്ല. മനസ്സിലായില്ലേ റുവൈസിന്? വാമൊഴി പറഞ്ഞ പറയുന്ന ഭാഷടാ. നമ്മൾ എഴുത്തു ഭാഷയിലാവുമ്പോ എങ്ങനെയാ? ഇപ്പം മുഹമ്മദ്, ഞാൻ ഇങ്ങനെ പറയാ, റുവൈസേ നീ ഇപ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കത് എഴുതാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ ചോദിക്കുമ്പോ എങ്ങനെയാ ചോദിക്കുക? നീ ഇപ്പൊ എന്താ അവിടെ ചെയ്യുന്നേ? എന്തോ വേണ്ടാത്ത പണി എടുത്തു വെക്കുന്നല്ലേ, അങ്ങനെ പറയും. അപ്പൊ എങ്ങനെയാ പറയണ്ടേ? അത് എഴുത്തു ഭാഷയാവുമ്പോ നീ അങ്ങനെ എഴുതി വെക്കുവോ? എഴുതി വെക്കുന്ന എങ്ങനെയാ ചോദിക്കുക? ഇപ്പൊ ഇങ്ങനെ ചോദിക്കുക, റുവൈസെ നീ എന്നാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുവോ? ഇല്ല, നീ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നല്ലേ എഴുതുമ്പോ എഴുതുക. മനസ്സിലായോ അത് ഡിഫറൻസ്? അപ്പൊ ഇനി ഇത് കുറച്ചും കൂടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്താ പേര്? ഗോവിന്ദൻ. ഗോവിന്ദൻ എന്ന പേരാണ് ഗോവിന്ദൻ. മനസ്സിലായോ? എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഒരാൾ ചോദിക്കുന്ന ഒടപ്പിറന്നോൾക്കുള്ള മരുന്നാ. അവർ പറയുന്നതാണ്, സംസാര രീതിയാണ് അവിടെ പറഞ്ഞത്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി, പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വരമൊഴി, മനസ്സിലായോ?
വാമൊഴി പറയുന്ന ഭാഷ. ഇത് വരമൊഴിയിൽ എങ്ങനെ എഴുതുന്ന ഭാഷയിൽ, അതായത് വരമൊഴി പറഞ്ഞ എഴുതുന്ന ഭാഷ. എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം. ആദ്യത്തെ എന്ത്, അവിടെ ആദ്യം പറഞ്ഞത് എന്താ പേര് ഗോവിന്ദൻ, എവിടേക്കാ തൃശ്ശൂർക്ക്, ഇതെന്താ കയ്യില്, ഒടപ്പറന്നൽക്കുള്ള മരുന്ന. അത് തന്നെ വരമൊഴിയിലാവുമ്പോ എങ്ങനെ വരും എന്നാണ് കാണിക്കുന്നത് താഴെ. നിങ്ങളുടെ പേരെന്താണ്, എന്താ പേര് എന്നുള്ളത് നിങ്ങളുടെ പേരെന്താണ്. നെക്സ്റ്റ് എന്റെ പേര് എങ്ങനെയാ പറയുക നമ്മള്, എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. അതാണ് എന്താണ് ആദ്യം പറഞ്ഞത് ഗോവിന്ദൻ അല്ലേ, അത് എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. അങ്ങനല്ലേ നമ്മൾ പറയുക. നിന്റെ പേരെന്നാന്ന് നീക്കുമ്പോ പേരെന്നാന്ന് ചോദിച്ചാല് ആയിട്ടില്ല, നിന്റെ പേര് എന്താണെന്നാണ് എഴുതുമ്പോ. അന്നേരം നീ പറയും, എന്ത് പറയും, റുവൈസ് പറയും, എന്റെ പേര് റുവൈസ് എന്നാണ് അല്ലേ. നല്ല വാക്യാവും. ഓക്കെ, മൈ നെയിം ഈസ് അങ്ങനെ പറയും അല്ലെ, ഇംഗ്ലീഷിലാവുമ്പോ അങ്ങനെ പറയും. അതാണ് പറഞ്ഞത്, എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. നെക്സ്റ്റ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എവിടേക്ക് പോകുന്നു, അതാണ് ചോദിച്ചത്. എവിടേക്കാ ചോദിച്ചത്, നീ എവിടേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ഞാൻ തൃശ്ശൂർക്കാണ്, എഴുതുമ്പോ എങ്ങനെ എഴുതും, ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ, മൂന്നാമത്തെ എന്താ ചോദിച്ചത്, ഇതെന്താ കയ്യിൽ ചോദിച്ചിട്ടേ, അതെങ്ങനെ എഴുതേണ്ടത്, എഴുതുമ്പോ ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ. അപ്പോ ഒടപ്പിറന്നവൾക്കുള്ള മരുന്നാണെന്നാണ് ആദ്യത്തേൽ പറഞ്ഞത്. ഇത് ഉടപ്പിറന്നവൾക്കുള്ള മരുന്ന്. ആരാ ഈ ഉടപ്പിറന്നവള്, കൂടപ്പിറന്നവര് അല്ലെ, അതായത് സഹോദരിക്കുള്ള മരുന്നാണ് എന്നർത്ഥം. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവും ഉണ്ട്. നാടകങ്ങളിലെല്ലാം കാണാം അതേപോലെ ഓരോ പ്രദേശത്തെ ഭാഷകൾ മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യും, അതേപോലെ തന്നെ പകർത്താറുണ്ട് എന്നാണ് പറഞ്ഞത് നാടകത്തില്. നെക്സ്റ്റ് വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കൂ. ഇതെന്താണ് എന്ന് ചോദിക്കേണ്ടതിന് പകരമായിട്ട് പല പ്രദേശത്തുള്ള സ്ഥലങ്ങളിലെ ആളുകൾ ചോദിക്കുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് നോക്കാം. ഇതെന്തര്, തിരുവനന്തപുരത്തുകാർ എങ്ങനെയാ പറയാ, ഇതെന്തര് എന്ന് വെച്ചാൽ എന്താ, ഇതെന്താണ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഇതെന്തോന്നാ, ആര്, കോട്ടയംകാർ എങ്ങനെ ചോദിക്കുക, ഇതെന്തോന്നാ സാധനം ചോദിക്കാറുണ്ട് അല്ലേ. നെക്സ്റ്റ് മൂവാറ്റുപുഴ എത്തുമ്പോ എങ്ങനെയാ ചോദിക്കുന്നത് നോക്കിയേ, ഇതെന്തവാ, ഇതെന്താണ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് എറണാകുളത്തുകാർ എങ്ങനെയാ പറയുന്നത് നോക്കാം, ഇതെന്താണ്, ഇതൊന്നുമില്ല അല്ലെ, ഇത് എന്താണ്. നെക്സ്റ്റ് തൃശ്ശൂർക്കുന്നില്ലവരോ, ഇത് എന്തൂട്ടിന് അല്ലെ, ഇതെന്താണ് സാധനം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് എന്തൂട്ടിന് ചോദിക്കും അല്ലെ. അപ്പൊ മനസ്സിലായോ, വാമൊഴി വരമൊഴി, അതായത് പറയുന്ന ഭാഷ ചില പ്രദേശത്ത് നിന്ന് വളരെ മാറ്റത്തിലായിരിക്കും അല്ലെ. അപ്പൊ ചോദ്യം എങ്ങനെയാ, എഴുതുമ്പോ എങ്ങനെയാ, ഇതെന്താണ് എന്നത് പല പ്രദേശത്തുകാർ ഉച്ചരിക്കുമ്പോൾ പല രീതിയിലായിരുന്നു അല്ലെ. എന്തൊക്കെ, ഇതെന്തര് തിരുവനന്തപുരത്തുകാര്, ഇതെന്തോന്നാ, ഇതെന്തുവാ, ഇതെന്താണ്, ഇത് എന്തൂട്ടിന്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഓരോ പ്രദേശത്തുകാർ ചോദിച്ചത് മാത്രം. അപ്പൊ വാമൊഴി എന്നാൽ പറയുന്ന ഭാഷയും വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താ, എഴുത്തു ഭാഷയുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പം എന്താ പേര് നീക്കും, അപ്പൊ നിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം എഴുതുമ്പോ. ഓക്കെ അല്ലേ. ഇപ്പൊ വാമൊഴി വരമൊഴി ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ഒന്ന് പറയുന്ന ഭാഷയും മറ്റേത് എഴുത്തു ഭാഷയും തമ്മിലുള്ള പ്രത്യേകതകൾ. രണ്ടാമത്തെ എന്താ പഠിക്കാനുള്ളത് നോക്കിയേ, വർണ്ണവിഭാഗം. രണ്ടാമത്തെ അടുത്ത പേജിൽ നോക്കിയേ, വർണ്ണവിഭാഗം അല്ലേ. അപ്പൊ എന്താ പറയുന്നത് നോക്കിയേ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ് അല്ലേ. അപ്പൊ ഏതൊക്കെ അക്ഷരമാല മലയാളത്തിൽ ഏതൊക്കെയാ ഉള്ളത്, മലയാളത്തിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാ, അത് മാത്രല്ല അതിന് പേരുകളുണ്ട് മക്കളെ. വ്യഞ്ജനാക്ഷരം, സ്വരാക്ഷരം, ചില്ലക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങള്, ചിഹ്നങ്ങള്, ഇത്രയാവണം അല്ലെ മലയാളത്തില് കംപ്ലീറ്റ് ആവണേ അല്ലെ.
അപ്പൊ വർണ്ണ വിഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, പണ്ടേ ചെറിയ ക്ലാസ്സുകളിലെ നമ്മൾ UKG-യിലും LKG-യിലും പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതില് എങ്ങനെയാണ്, ഏതൊക്കെയാ കവർഗങ്ങള്, ഏതൊക്കെയാ ചവർഗങ്ങള് നിങ്ങൾക്ക് അറിയോ? ാണ് എന്ത് കവർഗം. നെക്സ്റ്റ് ചാച്ചാ ചവർഗം, ടഠടടണ ടവർഗം, താതാതന തവർഗം, പഭഭമ പവർഗം അല്ലെ. ഇത്രയാണ് അതിൽ. പേജ് നമ്പർ 81 എവിടെയായിരുന്നു റിഹാനെ? നേരത്തെ അങ്ങ് കേറിക്കൂടിയ ക്ലാസ് 81 വ്യാകരണ പാഠങ്ങൾ ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് ഭാഗത്താണ് പഠിക്കുന്നത്. അതെന്താ മിസ് അങ്ങനെ എഴുതുന്നേ? കവർഗം, ചവർഗം, അത് കായിലാണ്, കായില് തുടങ്ങുന്ന ഒക്കെ കവർഗങ്ങള്. അതായത് ഒരേ ഉച്ചാരണല്ല കാ ഉള്ളത്. കായിന് തന്നെ നമ്മൾ ഡിഫറെന്റ് ഭാഷയിൽ പറയലെന്നുള്ളൂ. അത് കവർഗങ്ങൾ, കായുടെ വർഗത്തിൽ പെട്ടതാണ്. ഏത്? ക, ഖ, ഗ, ഘ, ങ. അതുകൊണ്ടാണ് കവർഗങ്ങൾ, കായുടെ വർഗത്തിൽ പെട്ടവ. ഓക്കെ. നെക്സ്റ്റ് ചായാകുമ്പം ചവർഗം, ച, ഛ, ജ, ഛ, ഞ, ആ അക്ഷരങ്ങള്. നെക്സ്റ്റ് ടായുടെ ആകുമ്പോ ട, ഠ, ഡ, ഠ, ണ. ഇത് ടവർഗം, ടായുടെ വർഗത്തിൽ പെട്ടത് അല്ലേ. അതിന് തന്നെ ഒരു ഡിഫറൻസ് ഉച്ചാരണല്ലേ വരുന്നുള്ളൂ, ടായുടെ പെട്ടതല്ലേ അത്. നെക്സ്റ്റ് താഥാതന തവർഗം, പഭഭമ പവർഗം. അങ്ങനെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇനി അതിൽ തന്നെ നിങ്ങൾ നോക്കിയേ, താഴോട്ട് ഫസ്റ്റ് കണ്ടോ? ക, ച, ട, ത, പ അല്ലേ. ക, ച, ട, ത, പ കണ്ടോ മക്കളെ? ഫസ്റ്റ് ആദ്യത്തെ അക്ഷരം എല്ലാറ്റിന്റെയും അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ഖരം. എന്താണ്? ഖരം അല്ലേ. അടുത്ത രണ്ടാമത്തെ എന്താ പറയുന്നറിയോ? ഖ, ച, ഠ, ത, ഭ. അതെങ്ങനെയാ പറയുന്നേ? കുറച്ചും കൂടെ കട്ടിയിലാ പറയുന്നത് അല്ലേ. ഖരം, അധിഖരം. അപ്പൊ ഏതാ? അധിഖരങ്ങളാണ്. ഏതൊക്കെ? ഖ, ച, ഠ, ത, പ. നമ്മളെ പഴയ ക്ലാസ്, പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? ഓർമ്മിക്കാൻ വേണ്ടി കക്ക ഓർമ്മിച്ചു വെക്കാൻ വേണ്ടി എന്ത് പറയും? ക, ച, ഠ, ത, പ. അപ്പൊ കായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർമ്മിക്കാൻ വേണ്ടി കാച്ചട്ട. അപ്പൊ ഈ ക, ച, ട, ത, പ എന്നുള്ളത് ഖരങ്ങള്. അതിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടോ? രണ്ടാമത്തത് മനസ്സിലായോ? അതായത് കവർഗത്തിലും ചവർഗത്തിലും ടവർഗത്തിലും തവർഗത്തിലും പവർഗത്തിലും ഉള്ള രണ്ടാമത്തെ അക്ഷരങ്ങൾ എന്താ പറയുക? അധിഖരങ്ങൾ, അധിഖരം. നെക്സ്റ്റ് മൂന്നാമത്തെ ഗ, ജ, ഡ, ദ, ബ എന്താ വരുവോന്നറിയോ? എങ്ങനെയാ പറയുന്നേ? മൃദുവായി പറയുന്നതാണ് അല്ലേ. അതിനെന്താ പേര്? മൃദു. മനസ്സിലാവുന്നുണ്ടോ? ഖരം ആദ്യത്തത്, രണ്ടാമത്തെ കുറച്ചും കൂടെ കട്ടിയിൽ പറയുന്ന അതുകൊണ്ട് അധിഖരം. മൂന്നാമത്തത് മെല്ലനല്ലേ പറഞ്ഞേ? ഗ, കാക്ക ഗ. മൂന്നാമത്തെ ഗ എങ്ങനെയാ നമ്മൾ ഉച്ചരിക്കുക? ഗ. വലിയ ശക്തിയൊന്നും വേണ്ട അല്ലെ, ലളിതമായിട്ട് ഉച്ചരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് ജ. ച, ഛ പറഞ്ഞിട്ട് ജ പറയുമ്പം നല്ല മെല്ലനെയാ പറയുന്നത് അല്ലെ. അതുകൊണ്ട് അത് മൃദു, മൃദുവായത് എന്നുള്ള അർത്ഥത്തില് മൃദു അല്ലെ. നെക്സ്റ്റ് അടുത്ത ഖ, നാലാമത്തത് വരുന്ന എങ്ങനെയാ? എല്ലാ കവർഗത്തിലും ചവർഗത്തിലും ടവർഗത്തിലും തവർഗത്തിലും പവർഗത്തിലും ഒക്കെ ഉള്ളതില് നാലാമത് വരുന്നതിന് എന്താ പറയുന്നറിയോ? അതായത് ഹകാരം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഘോഷം, ഘോഷം എന്നാണ് പേര്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ? അനുനാസികങ്ങൾ. എന്തുകൊണ്ടാണ് അനുനാസികങ്ങൾ എന്ന് പറയുന്നറിയോ? അത് ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്തുനിന്ന് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ ആണ് ഉച്ചരിക്കപ്പെടുന്നത് അല്ലെ, പുറത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മൂക്കിലൂടെ ഉച്ചരിക്കുന്ന പോലെ. നാസിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്കാണ് നാസിക. അറിയോ? മൂക്കിനെ നാസിക എന്ന് പറയാറുണ്ട്. അപ്പൊ മൂക്കിലൂടെ ങ പറയുമ്പോ മൂക്കിലേക്കൂടെ ഒരു സൗണ്ട് വരും പോലെ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനെന്താ? അനുനാസികങ്ങൾ. ജോസി പറഞ്ഞു നോക്കിക്കോ, അനുനാസികങ്ങൾ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി ഞാനത് പറയാം. ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് അപ്പൊ എങ്ങനെ വന്നു? 5 അക്ഷരത്തിന് ഓരോ പേരുണ്ട്. എന്തൊക്കെയാ? ഖ, ഛ, ട, ത, പ ഖരങ്ങള്. നെക്സ്റ്റ് രണ്ടാമത് വരുന്ന ഖ, ഛ, ട, ത, പ എന്ന് അധിഖരം.
മൂന്നാമത്തത് മൃദു, അത് മെല്ലനെ സോഫ്റ്റ് ആയി പറയേണ്ടതാണ്. ഗ ജ ഡ ദ ബ അല്ലെ. അതുകൊണ്ട് തന്നെ അതിനെങ്ങനെയാ പറയുന്നേ? മൃദുക്കള്. അതായത് കുറച്ച് സോഫ്റ്റ് ആയി മൃദുവായിട്ട് പറയേണ്ടത്. അടുത്ത ഖ ഖ ഛ ഠ ഥ ബ ഒന്ന് കോശി. നെക്സ്റ്റ് ലാസ്റ്റ് ങ അതെന്താ? അനുനാസിക. മനസ്സിലായോ? ഇത്രയാണ് ഉള്ളത്. അതൊന്നുകൂടി വായിക്കാം ഞാൻ അവിടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന് ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. ഖ ഖ ഗ ഖ ങ ഛ ഛ അത് കവർഗം, ഛ ഛ ജ ഛ ഞ ഛ വർഗം, ഠ ഠ ഡ ഠ ണ ഠ വർഗം, ത ഥ ദ ധ ന ത വർഗം, പ ഫ ബ ഭ മ പ വർഗം. ശബ്ദത്തിന്റെ പരുവരിപ്പ് കൊണ്ട് ക ച ട ത പ എന്നീ അക്ഷരങ്ങളെ ഖരം എന്ന് പറയുന്നു. ഇവയോട് ഹകാരം ഹ എന്ന അക്ഷരം, അതാണ് ഹകാരം, ലയിപ്പിച്ചു ചേർത്തവയാണ് ഖ ഛ ഡ ഥ പ. ഇവയ്ക്ക് അധികരം എന്നു പേർ. നെക്സ്റ്റ് ഗ ജ ഡ ദ ബ എന്നിവ മൃദുവാണ്, മൃദു. നെക്സ്റ്റ് അവയോട് ഹകാരം ചേർത്ത ഖ ഛ ഡ ത പ എന്നിവയ്ക്ക് ഘോഷം എന്നും പേർ. ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തുവിടുന്നവയാണ് അക്ഷരങ്ങൾ അല്ലേ. ക ച അതായത് നമ്മൾ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് എന്ത് ചെയ്യുന്നു? ചിലയിടത്ത് തട്ടിയോ തടയോ ചെയ്യും. ക എന്ന് പറയുമ്പോൾ എവിടെയോ ഇങ്ങനെ തട്ടുന്നില്ലേ? ആ ക ഖ ഗ ഖ ങ. മനസ്സിലായോ? എന്നിട്ടോ ക ച ട ത പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ ഞ ന ന മ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകും. ഇവയ്ക്ക് അനുനാസികങ്ങൾ എന്നാണ് പേര്. മനസ്സിലായോ? ഒന്നും അത്രയൊന്നും ചിന്തിക്കാനൊന്നുമില്ല. അപ്പോ ഏതൊക്കെ എഴുതണം? ശബ്ദത്തിന്റെ പരുവരിപ്പ് കൊണ്ട് അല്ല അണ്ടർലൈൻ ചെയ്യണം. ഖരം, അധിഖരം, ഘോഷി, മൃദു, അനുനാസികം. അതാണ് വരുന്നത്. മനസ്സിലായോ? ഏഞ്ചൽ എന്താ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്നതാണെന്ന്? ഏഞ്ചലിന്റെ ഫോട്ടോ എടുത്തിട്ടൊന്നും അല്ലല്ലോ. അല്ല, അല്ല ഏഞ്ചൽ. ഓക്കെ, നല്ല വൃത്തി ഇങ്ങനെ തന്നെ അടങ്ങിയാടി ഇരിക്കുന്നതാണെന്നുണ്ട്. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യാ, ഇനിയും ഉണ്ടത്രല്ലേ അക്ഷരങ്ങളെ? വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇനിയും അക്ഷരങ്ങൾ ഉണ്ടത്രല്ലേ? പാപ്പമ്മ വരെ പറഞ്ഞുള്ളൂ. ഇനി സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യാ, രാ, ല, വ, ള, ഴ, റ എന്നിവ എന്താണ് പേര്? അവയ്ക്ക് മധ്യമങ്ങൾ. എന്തുകൊണ്ടാ? സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്കാണ് അവ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പേരെന്താ? മധ്യമങ്ങൾ, മധ്യത്തിൽ നിൽക്കുന്നവ അല്ലെ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്കാണ് അവ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്താണ്? മധ്യമങ്ങൾ. ഏതൊക്കെയാ മധ്യമങ്ങള്? യാ, രാ, ല, വ, ള, ഴ, റ. ഓക്കെ, നെക്സ്റ്റ് അത് അണ്ടർലൈൻ ചെയ്യണേ മധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന്. നെക്സ്റ്റ് ഷ, ഷ, സ, ഹ എന്നിവയ്ക്ക് എന്താ പേര്? ഊഷ്മാക്കൾ. ഊഷ്മാക്കൾ എന്നും പറയുന്നു. ഇവയെ ഒരു പട്ടികയിലാക്കാം. ഏതൊക്കെ? ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം, വർഗാക്ഷരങ്ങൾ. പിന്നെ ഊഷ്മാക്കൾ, മധ്യമങ്ങൾ. കണ്ടോ? ഒരു പട്ടികയിലാക്കി വെച്ചിട്ട് കണ്ടോ? യെസ്, അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ് ഖരങ്ങള്, ഏതൊക്കെയാണ് അധികരം, ഏതൊക്കെയാണ് ഘോഷം അല്ല മൃദു, ഘോഷം, അനുനാസികങ്ങള്, ഊഷ്മാക്കള്, മധ്യമങ്ങള്, വർഗാക്ഷരങ്ങള്. ഓക്കെ അല്ലേ? അത്രയും യെസ് ആണോ? അതിൽ ഡൗട്ട് വരാനൊന്നുമില്ല. ഏതൊക്കെയാണ് ഖരം, ഏതൊക്കെയാണ് അധികരം, ഏതൊക്കെയാണ് മൃദു, ഏതൊക്കെയാണ് ഘോഷം, ഏതൊക്കെയാണ് അനുനാസികങ്ങള്, പിന്നെ ഊഷ്മാക്കള്, മധ്യമങ്ങള്, പിന്നെ വർഗാക്ഷരങ്ങള്. വർഗാക്ഷരങ്ങള് ഏതൊക്കെയാ? കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം അല്ലെ. അതിൽ തന്നെയാണ് ഖരം, അധികരം, ഘോഷം, മൃദു, ഘോഷം, അനുനാസികം. പിന്നെ ഏത്? സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്നവ, അതായത് യാ, രാ, ല, വ, ള, ഴ, റ അതിനെന്ത് പറയും? മധ്യമങ്ങൾ എന്ന് പറയും. നെക്സ്റ്റ് ശ, ഷ, സ, ഹ ഊഷ്മാക്കൾ. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം നമുക്ക് താഴെ. വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4 അതായത് ഷ ഷ സ യും ആദ്യത്തെ 4 ഏതാ? വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4 പറയുന്നത് അനുനാസികങ്ങളിൽ പെടാത്തത് അല്ലേ? ആ അതും പിന്നെ ഏത്? ഷ ഷ സ ഏത്? ഊഷ്മാക്കള്. അതിനല്ലേ ഷ ഷ സ ഊഷ്മാക്കളല്ലേ? ആ ചേർത്ത് എന്താ പറയുന്നത് അറിയോ? ദൃഢങ്ങൾ. എന്താ പറയുക? ദൃഢങ്ങൾ. ഏതൊക്കെ? വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4 അതായത് അനുനാസികം പെടാത്തത് അല്ലേ? അതല്ലേ ആദ്യത്തെ 4? ഖരം, അധികരം. ആ ഈ പട്ടികയില് വർഗാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ അതിന്റെ ഇതിലോട്ട് കവർഗം, ചവർഗം, ഡവർഗം, തവർഗം എന്നല്ലേ? അതെ, വർഗാക്ഷരങ്ങൾ. അപ്പൊ അതാണോ വർഗാക്ഷരങ്ങൾ? ഏതാണെന്നോ? കവർഗം. അതന്നെ. ഏതൊക്കെ? ഇത് മുഴുവനാണ് വർഗാക്ഷരങ്ങൾ. ഏതൊക്കെ? കാ മുതല് മാ വരെയുള്ള അക്ഷരങ്ങള്. മനസ്സിലായില്ലേ ഹന്ന? ഏതാ വർഗാക്ഷരങ്ങള്? കാക്ക കാക്കങ്ങ, ചാച്ച ചാച്ചഞ്ഞ, ടാഠ ഡട്ടണ, താത്ത ദത്തന, പാപ്പ ബഭമ. അതല്ലേ കവർഗം. കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യത്തെ 4 ഉള്ളൂ. ആ അപ്പൊ ഈ പാപ്പായില്ലല്ലോ. ആദ്യത്തെ 4 എന്ന് പറയുമ്പോ എങ്ങനെ അറിയോ ഉദ്ദേശിക്കുന്നത്? തവർഗം വരെ ഇല്ല മോളെ. ആദ്യത്തെ 4 എന്ന് പറയുന്നത് ഖരം, അധികരം, മൃദു, ഘോഷം മാത്രം. മനസ്സിലായോ? നമ്മൾ അതിനെ വർഗീകരിച്ചിട്ടേ വർഗാക്ഷരങ്ങളിന വേറെ വേറെ ആയിട്ട് വിഭജിച്ചില്ലേ? ഏതൊക്കെ? ആദ്യം വരുന്നത് ഖരം, രണ്ടാമത് വരുന്നത് എന്ത്? അധികരം, മൂന്നാമത് വരുന്നത് മൃദു. അപ്പൊ മനസ്സിലായോ മക്കൾക്ക്? എഴുതാം, മിസ് കാണിച്ചുതരാം. ഇപ്പൊ ഇതല്ലേ കവർഗം? ഫസ്റ്റ് കാണുന്ന കണ്ട ഫസ്റ്റില്. ഇപ്പൊ താഴോട്ട് നോക്കിയേ നിങ്ങൾ. താഴോട്ടൊരു വലിയ റൗണ്ട് ഇട്ടേ. ഏത്? മേലെ എഴുതിയ ഇത് കണ്ടോ നിങ്ങള്? ഈ വർണ്ണ വിഭാഗ നിലയിൽ താഴെ തന്നെ എഴുതിയിട്ടില്ലേ? കക്കങ്ങയാണ് കവർഗം, ചാച്ച ചാച്ചനെയാണ് ചവർഗം. മനസ്സിലായോ? കണ്ടോ? അത് നിങ്ങളിലും ഉണ്ട്. ഇതേ സംഭവം തന്നെയാണ് ബുക്ക്. ആ അതില് മിസ് കണ്ടോ താഴോട്ട് ഇട്ടിട്ട് അതാണ് എന്ത്? ഖരങ്ങള്. താഴോട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയ നീളത്തില് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം. അന്നേരം ഏതാണത്? ഖരം. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ. അതായത് ആദ്യത്തെ ലെറ്റേഴ്സ് ഇതാ ക ച ട ത പ. അത് താഴോട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയേ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും എന്ത്? അതാണ് ഖരങ്ങള്. അതിൽ രണ്ടാമത് വരുന്ന ലെറ്റേഴ്സ് എന്തൊക്കെ? ഖ, അതായത് നഖം നില്ല ഖ അല്ലെ? പിന്നെ ച, ഛായ നില്ല ച, രണ്ടാമത്തെ ച. ജനൽ നില്ല ജ. പിന്നെയോ അടുത്തത് ജനൽ നില്ലല്ല, ഛായ നില്ല ഛായ. പിന്നെ വരുന്നത് ഠ, മറ്റേ പീഠം എന്നൊക്കെ എഴുതുന്ന ട്ട, പൂജ്യം എഴുതുന്ന ട്ട. അത് അടുത്ത താഴത്തത് ഥ, രഥം എഴുതുന്ന ഥ. മനസ്സിലായോ? ബോർഡിൽ അതങ്ങ് എഴുതി കാണിച്ചു. ഇതിൽ എഴുതി കാണിച്ചതാ. ഇത് മനസ്സിലാവുന്ന വിധത്തില്, മനസ്സിലാവാത്തത്ര വിധത്തില് ഉണ്ട് എന്ന് മിസ് വിചാരിക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ നമ്മള് വർഗാക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗാണ് വർഗാക്ഷരങ്ങൾ. അതിൽ ആദ്യത്തെ 4 എന്ന് പറയുമ്പോ ഏതൊക്കെയാന്ന് പറയാ. ക, ച, ട, ഇത് ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ആദ്യത്തെ. മനസ്സിലായോ മക്കളെ? ക, ച, ട, ത, പ. ഈ 5 എണ്ണം അല്ലെ? ക, ച, ട, ത, പ. ഇതിനെന്താ പേര്? ഓക്കെ, വെരി ഗുഡ്. ഖരം അല്ലെ? നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാ? താഴോട്ട് വരുമ്പം രണ്ടാമത്തെ ഖ ഏതാ? അത് എഴുതുക.
ഖ ഛ ഛായ എന്ന് എഴുതുന്നേ ഈ ഛ ഛ ഇത് പൂജ്യം എഴുതുന്ന ഇങ്ങനത്തെ ട പീഠം എന്നൊക്കെ എഴുതുന്ന ട ഠ നെക്സ്റ്റ് രഥം എന്ന് എഴുതുന്ന ഠ അടുത്തത് ഫലം എന്ന് എഴുതുന്ന ഫ ഓക്കെ മനസ്സിലായോ അപ്പോ ഖ ഛ ഠ ട ഫ അല്ലെ രണ്ടാമതല്ലേ പ ഫ ത ഥ ട ഠ ഛ ഛ ക ഖ അപ്പൊ ഈ രണ്ടാമത്തത് അതായത് ഏതൊക്കെ ഇത്രയും എണ്ണത്തിന് എന്താണ് പേര് അധികരം അധികരം ഓക്കെ ഇതിന്റെ പേരെന്താ അധികരം അല്ലെ ഇത് ഖരം ഇത് അധികരം നെക്സ്റ്റ് നമ്മൾ മൃദുവായി പറയുന്നതാണ് അതാണ് മൃദുക്കൾ അല്ലെ മൃദു എന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ ഘ നെക്സ്റ്റ് ജ ജനലിനില്ലേ ജ ജനൽ എന്നൊക്കെ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ജ അത് മൃദുവായി പറയുന്ന സംഭവം ജ നെക്സ്റ്റ് വരുന്നത് ഏതാണ് ടാറ്റ മൂന്നാമത്തെ ഡ അല്ലെ നെക്സ്റ്റ് താത്ത ദീപ എന്നൊക്കെ എഴുതുന്ന ദ ദീപം ദ അടുത്തത് ബാലൻ ഒക്കെ എഴുതുന്ന ബ ഇതിനെന്താ പേര് മക്കളെ മൃദു നെക്സ്റ്റ് എന്താ നാലാമത്തെ നമുക്ക് എഴുതണം അല്ലെ ഇത് മൃദുവാണ് മൃദുക്കളാണ് നെക്സ്റ്റ് കഖ ഗഖ മേഘം എന്നൊക്കെ എഴുതുന്ന ഘടികാരം ഒക്കെ എഴുതുന്ന ഇങ്ങനെയാണ് നിങ്ങൾ അക്ഷരങ്ങൾ പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് എപ്പോ മറന്നു പോവില്ല ഖ ചഷം എന്നൊക്കെ എഴുതല് ഇതിനോണ്ടാണ് ചഷം ഞാൻ എഴുതുമ്പോ കുറച്ച് തെറ്റിയിട്ടുണ്ടേ ഒന്ന് മാറ്റിട്ട് തന്നെ തരാം ഞാൻ തായും ഇതും കൂടെ എഴുതുന്ന സംഭവം മനസ്സിലായോ ച നെക്സ്റ്റ് ഉള്ളു കൂട്ടുന്ന ഡ അല്ലേ ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ ധ നാ തിരിച്ചിടുന്നത് അടുത്തത് ഭരണി എന്നൊക്കെ എഴുതുന്ന ഇതെന്താ പേര് മക്കളെ അല്ലേ സോറി എന്നാണ് പേര് അപ്പൊ ഇതിന് അപ്പോ ഇത് ഖരം അധികരം മൃദു ഘോഷം അല്ലെ അപ്പൊ വർഗാക്ഷരങ്ങളില് ഖരം അധികരം മൃദു ഘോഷം ഈ നാലും മനസ്സിലായോ ഹന്ന